ചാനൽ ചർച്ചകളിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന രണ്ട് മുഖങ്ങളാണ്. ഒന്ന് ജ്യോതികുമാർ ചാമക്കല, മറ്റൊന്ന് സന്ദീപ് വാര്യർ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചാനൽ ചർച്ചകളിൽ വെച്ച് തല്ലുകൂടുന്ന രീതിക്കാണ് കണ്ടിട്ടുള്ളത്. പല സമയത്തും ആശയപരമായിട്ടുള്ള വഴക്കുകൾ ചാനൽ ചർച്ചയിലുണ്ട്. ഇനി ഒറ്റ പാളയത്തിലാണ് യാത്ര. തീർച്ചയായിട്ടും ഒരു നല്ല എതിരാളിയെ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം ഉണ്ടെങ്കിലും ആ എതിരാളി ഞങ്ങളുടെ കുടുംബത്തിലേക്കാണ് കടന്നു വരുന്നത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. സന്ദീപിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുകയും വേണ്ടി വന്നാൽ എന്തടാ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ആംബിയറുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു എതിരാളിയെ നഷ്ടപ്പെട്ടു, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതിൽ സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പല മിനിമം ആണെങ്കിലും ഞങ്ങൾ തമ്മിൽ സൗഹൃദം നിലനിർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവിന് സിംഗിങ് സ്റ്റൈലായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു പക്ഷേ ഫോണിൽ വിളിക്കുന്നത് അന്ന് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അസുഖമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ പിന്നീട് എവിടെയെങ്കിലും വെച്ച് ഫ്ലോറിൽ, സ്വാഭാവികമായിട്ടും അദ്ദേഹം മലബാർ മേഖലയിലാണ്, ഞാൻ തിരുവിതാംകൂർ മേഖലയിലായതുകൊണ്ട് ഞങ്ങൾ ഫ്ലോറിൽ കാണാറില്ല. അന്ന് ഈ മലയാളത്തിലെ TV ചാനലുകളിൽ ഏറ്റവും മോശപ്പെട്ട അല്ലെങ്കിൽ പരിധി വിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൻ്റേതായ ന്യായങ്ങളും ഉണ്ട്. സ്വാഭാവികം എതിരാളിയല്ല, ഇനി കൂട്ടാളിയാണല്ലേ. നോക്കൂ, ഈ രാഷ്ട്രീയത്തിൽ എതിരാളി എന്ന പ്രയോഗത്തിൽ അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ നമ്മൾ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. ചില ഘട്ടം മനുഷ്യരല്ലേ, കൈവിട്ടു പോകും. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാ കാലത്തും ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ജ്യോതികുമാർജി. അപ്പോൾ എന്തായാലും അദ്ദേഹം പറഞ്ഞതിൽ കൂടുതലൊന്നും ആ കാര്യത്തിൽ പറയാനില്ല. അദ്ദേഹം വളരെ നന്നായിട്ട് കോൺഗ്രസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആളാണ്. നല്ല എന്താ പറയുക, തഗ് ഇടുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എനിക്ക് അദ്ദേഹത്തിൻ്റെ തഗ്ഗിന് കൈയടിക്കാറ്. തല്ലുകൂടുന്ന വീഡിയോ CPM പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ, അതിലൊന്നും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തെല്ലാം പറയണം, സരിൻ പറഞ്ഞതിനെക്കുറിച്ച് എന്തെല്ലാം പറയണം. സരിനെ പോലെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയല്ലോ ഇപ്പോൾ സന്ദീപ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇവിടെ ശോഭിക്കാൻ കഴിയും, നന്നായി ശോഭിക്കാൻ കഴിയുന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഒരു തർക്കമില്ല, 100%. ഞാൻ കുറച്ചുകൊണ്ട് വരുന്ന ഒരാൾ കൂടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ചർച്ചകളിൽ പോകുന്നതിന് ഒരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സന്ദീപിനെ സംബന്ധിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. സന്ദീപിന് വ്യക്തിപരമായും ഈ പാർട്ടിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ സന്ദീപിൻ്റെ വ്യക്തിത്വം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു തർക്കമില്ല. സന്ദീപ് വാര്യറും അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലയുമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ചാനൽ മുറികളിൽ നമ്മൾ കൃത്യമായി എല്ലാ തവണയും കാണാറുണ്ട്. ഇരുവരും എത്തുമ്പോൾ വലിയ രീതിയിൽ വാശിയിൽ ആ ചർച്ചകൾ പോകുന്നു. ഏതായാലും ഇനി ഒരുമിച്ചായിരിക്കും കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ UDF വേണ്ടി ചാനൽ ചർച്ചകളിൽ എത്തുക എന്നാണ് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയും അതുപോലെ തന്നെ സന്ദീപ് വാര്യറും വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, പാലക്കാട്.